ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ കാർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന വെഹിക്കിൾ ടാറ്റ നെക്സോൺ ആണ്. കഴിഞ്ഞ നമ്മുടെ യൂട്യൂബ് വീഡിയോ ടാറ്റ നെക്സോണിനെ കുറിച്ചിട്ടായിരുന്നു. അതിൽ നമ്മളൊരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് കണക്ട് ചെയ്യാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേ നാളുകളായിട്ട് നമ്മുടെ ടാറ്റ നെക്സോൺ ഇറങ്ങി ഇത്രയും കൊല്ലമായിട്ട് നമുക്ക് കിട്ടാത്തൊരു പ്രൊഡക്റ്റാണ്. മാർക്കറ്റിൽ തീരെ അവൈലബിലിറ്റി ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത് ഒട്ടുമിക്ക വണ്ടിയിലും കണ്ടിട്ടില്ല. യൂട്യൂബിലും ചെക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം. ഇത് ചെയ്യാൻ പോകുന്ന ഐറ്റം അല്ല, ഇത് കമ്പനി OE ആയിട്ട് വരുന്ന സാധനമാണ്. നമ്മുടെ ടെയിൽ ലൈറ്റിന് തൊട്ട് താഴെ വരുന്ന റിഫ്ലക്ടർ ലൈറ്റാണിത്. ഇത് സാധാരണ റിഫ്ലക്ടർ ലൈറ്റാണ്, ലൈറ്റൊന്നും ഉണ്ടാവില്ല. ഇതാണ് സംഭവം. ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ റിഫ്ലക്ടർ ലൈറ്റ് വന്നിട്ടുണ്ട്, അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാട്രിക്സ് ലൈറ്റ് ആയിരിക്കും, അതായത് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് കത്തും, പിന്നെ പാർക്കിൽ വർക്ക് ചെയ്യും, ഇൻഡിക്കേറ്ററിൽ വർക്ക് ചെയ്യും. അത് മാട്രിക്സ് ആയിട്ട്. അപ്പോൾ ഒരു അടിപൊളി ലൈറ്റാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് 2 കൊല്ലമായി വണ്ടി. ഇതുവരെ ഈ സാധനം ലോഞ്ച് ആയിട്ടില്ല, ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഹെഡായിരിക്കും. റിഫ്ലക്ടർ ലൈറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ റിഫ്ലക്ടർ ലൈറ്റ് വരുന്നത്. കമ്പനി ലൈറ്റ് റിഫ്ലക്ടർ ഉണ്ടായിരുന്നു, നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ ലൈറ്റുള്ള മാട്രിക്സ് ആയിട്ടുള്ള റിഫ്ലക്ടർ ലൈറ്റാണ് വെച്ചേക്കുന്നത്. കുറച്ച് നാളെ ഞാൻ പറഞ്ഞല്ലോ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൽ ആ സാധനം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വെച്ച ശേഷം ഒരു റിച്ച് ലുക്ക് തന്നെ വണ്ടിക്കുണ്ട്. നമുക്ക് കാണാം എങ്ങനെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ഇതിൽ പാർക്കാണ് ഇടാൻ പോകുന്നത്. പാർക്ക് ഇടുമ്പോൾ അത് മാട്രിക്സിൻ്റെ ലുക്ക് തന്നെ കണ്ടില്ല, അടിപൊളി ലുക്കാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ബ്രേക്ക് പിടിച്ചിരുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ബ്രേക്ക് കണക്ട് ചെയ്യും. ഇപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഉണ്ടാവും കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുതലുണ്ടാവും. നമുക്ക് ഇൻഡിക്കേറ്റർ എങ്ങനെയായിരുന്നു നോക്കാം. ഇൻഡിക്കേറ്റർ എടുത്തിട്ട് മാട്രിക്സ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം വണ്ടിയുടെ ലുക്ക് ഉണ്ട്. ഇതുമ്പോൾ കുറച്ച് നാളായിട്ട് കിട്ടാത്ത സാധനം കൈ കിട്ടിയപ്പോൾ ഒരു അടിപൊളി ലുക്ക് തന്നെ തരുന്നുണ്ട് നമ്മുടെ വണ്ടി. കറക്റ്റ് ഓയിൽ ഫിറ്റ്മെൻറ്റ് പോലെ തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നല്ല പെർഫെക്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ തന്നെയല്ല, അതിൻ്റെ ബാക്കിലുള്ള പിയാനോ ഫിനിഷ് ഉള്ളതുകൊണ്ട് ഇതൊരു സ്മോക്കിംഗ് ഫിനിഷ് തന്നെ ഇതിന് നൽകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോഴും എല്ലാ പ്രാവശ്യം പറയണ പോലെ തന്നെ നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് തരുന്ന പോലെ ഇതിലും നല്ല സപ്പോർട്ട് തരാം. കൂടാതെ തന്നെ നമ്മുടെ ഇപ്പോൾ ഓൺലൈൻ സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊറിയർ സർവീസ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലായിടത്തേക്കും നമ്മൾ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് സാധനം ഇപ്പോൾ കൊറിയർ ചെയ്ത് തരാനുള്ള സിസ്റ്റം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ട്, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒത്തിരി അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് യൂസ് ആവുന്നത് പറയാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെറിയൊരു കമൻറ്റ്, ചെറിയൊരു ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഓട്ടോമോട്ടീവ് ഫീൽഡിൽ നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈനിങ് ഓഫ്, ബൈ ബൈ, ഡെൽറ്റ.